വാവേ കരയല്ലേ. കുഞ്ഞിന് അപ്പം പേരിടാൻ പോവാ. അമ്മേ ഞാൻ വാവയ്ക്ക് പേരിടാം. ആദ്യം അപ്പം പേരിടട്ടെ, എന്നിട്ട് കുഞ്ഞിന് ഇടാട്ടോ. അമ്മ അമ്മ എനിക്ക് പേരിടണം. അച്ഛാ സമയമായി, മുഹൂർത്തമായി, നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. എന്നാ മോളെ നോക്കണത്, ഞാൻ നിനക്ക് പേരിടാൻ പോവാ. പാല് കുടിച്ചോ? പണ്ടൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയാ പേരൊക്കെ നിർദ്ദേശിക്കുന്നത്, ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ. സജീവ, നിനക്ക് എന്തെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടോ? ഉണ്ടച്ചാ, എനിക്ക് എൻ്റെ അമ്മയുടെ പേരിടാനാണ് ഇഷ്ടം. ജാനകി. ജാനകി നല്ല പേരല്ലേ അളിയ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കാര്യം എന്റെ പെങ്ങളുടെ മോളുടെ നൂലികെട്ട. ജാനകി എന്ന പേരിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? ജാനകി നല്ല പേരല്ലേ? അല്ല, അവന്റെ അമ്മയുടെ പേരാ. അളിയൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ മകൾക്ക് എന്ത് പേരിടണമെന്ന് ഞാൻ തീരുമാനിക്കും. അളിയന്റെ മകളുടെ പേര് സരസ്വതി എന്നല്ലേ? ആദ്യം അവനവൻ ഉണ്ടാകാൻ നോക്ക്, എന്നിട്ട് പോരെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്. അതൊക്കെ പണ്ട്. ഒരു കൂലിവേലക്കാരനായ നിന്റെ മകക്ക് സീതാദേവിയുടെ പേരിടാൻ ഞാൻ സമ്മതിക്കില്ലടാ. ഓ, ഇതൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? എന്റെ പേര് കൃഷ്ണൻ, അമ്മയുടെ പേര് ജാനകി. ഈ പേരിലൊക്കെ എന്തായിരിക്കുന്നത്? എന്താ കാര്യമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഭൂമി ഉരുണ്ടതല്ല, പരന്നതാണെന്ന് പറഞ്ഞ ആൾക്കാർ ജീവിച്ചിരുന്ന ലോകമാണിത്. അറിവില്ലാത്ത കാലത്ത് പല അബദ്ധങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാനകി എന്ന പേരിടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല, അത് ഞങ്ങളാ. അളിയ, വെറുതെ ഇടങ്കോലിടരുത്. ചടങ്ങ് ഭംഗിയായിട്ട് നടക്കട്ടെ. നടക്കില്ല അളിയ, നടക്കില്ല. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ തോന്നിയ ഭാഷത്തിന് കൂട്ടു നിൽക്കാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. വേണ്ട അച്ഛാ, ചടങ്ങ് ഭംഗിയായിട്ട് നടക്കട്ടെ. മോളോട് അതൊന്നും പറഞ്ഞാൽ മോക്ക് മനസ്സിലാവില്ല. അല്ല, എനിക്ക് മനസ്സിലാകാത്തോടെ ചോദിക്കുക. എന്റെ മൂത്ത മോളുടെ പേര് സീത എന്നാ, പിന്നെ ജാനകിന്റെ പേരിട്ട് എന്താ കുഴപ്പം? ഇട്ടതല്ല ഇട്ടു. ഇനി ദൈവങ്ങളുടെ പേരിടാൻ ഞാൻ സമ്മതിക്കില്ല. സജീവ, ഇവിടെ വെച്ച് നൂലുകെട്ട് നടത്തിയാലല്ലേ പ്രശ്നമുള്ളൂ. വരും, നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് ചടങ്ങ് നടത്താം. ശരി അച്ഛാ, അതാ നല്ല തീരുമാനം. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. അവിടെ ആകുമ്പോൾ അളിയന്റെ ശല്യവും ഉണ്ടാകില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള പേരിടാം നമ്മുടെ കുട്ടിക്ക്. താമസിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോകാം. മോളെ, കൊച്ചിനെ പിടിച്ചേ. അച്ഛനെ എഴുന്നേൽക്കട്ടെ. ശരി അച്ഛാ. വാ. ഞങ്ങള് പോവാടാ.
പൊയ്ക്കോടാ പൊയ്ക്കോ. നീയൊന്നും എന്നെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. അങ്ങനെ തോക്കുന്നവനല്ലടാ അപ്പു. തീയിൽ കുരുത്തത് വേലത്ത് പാടില്ലടാ. നമുക്ക് കാണാം. നിർത്തടാ, ഞാൻ കുറെ നേരമായി സഹിക്കുന്നു. ഇവിടെ ജാതിയുടെ മതത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ പേര് വലിച്ചെടുക്കരുത്. പെട്ടടാ. ഇതേ ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ ആർക്കും ആരുടെയും പേരിടാം. മുസൽമാനോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വ്യത്യാസവും ഇല്ല. നിനക്കേ എന്നാന്ന് വെച്ച് ചെയ്യും. അപ്പൊ നമുക്ക് കാണാം.